പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണാത്ത ആൾക്കാരുണ്ടാകുമേ. ഒരു പൊടി മുരിങ്ങ ഒടിക്കാൻ പോകും. അങ്ങനെ ഉള്ളിൽ കിടക്കുക. മുരിങ്ങ മരം അങ്ങനെ താഴെ വീണിട്ട് വന്നു. കാറ്റും മഴയത് താഴെ വീണിട്ട് താഴെ കിടന്ന് അവച്ചിരിക്കുക. രണ്ട് ഒടിക്കട്ടെ. അതുകൊണ്ട് മഞ്ഞളും വേണം. മുരിങ്ങ വേണ്ട, താഴെ വീണിട്ട് താഴെ മഴയത്ത് കാറ്റും മഴയത്ത് പൊട്ടി വീണാണ്. പൊട്ടി വീണ് അവിടെ കിടന്ന് അവച്ചു. അപ്പം ഒടിച്ചാ വീട്ടിക്കരിയല്ലോ, ഇടയ്ക്ക് മുരിങ്ങയും പരിപ്പ് കൂട്ടാനൊക്കെ കൊടുക്കാമല്ലോ. പുല്ലിൽ വന്ന് അങ്ങനെ വെട്ടി വയ്ക്കുന്ന വേണ്ടിയിട്ടാണ്. തറി വെട്ടി കുത്തിയ വേറെ കുത്തിയാലൊക്കെ വയ്ക്കും. വെട്ടി കുത്തുക. നല്ല മുരിങ്ങയാണ്, നീലം മുരിങ്ങ. എത്രയും മുരിങ്ങ കിട്ടിയതാ. അതിന് പോയി ഊരിയിട്ട് ഒരു മഞ്ഞളും കിട്ടി. മഞ്ഞളിനെ നമ്മുടെ വീട്ടിന് മുന്നിൽ മഞ്ഞൾ വെച്ചാൽ മഹാലക്ഷ്മി കയറി വരും എന്നൊക്കെ പറയും. വെച്ച് നോക്കട്ടെ. ഇത് നമ്മുടെ മാത്തൂരിലെ പ്രകൃതി രമണി. കുറേ പേര് കള വലിക്കുന്നുണ്ട്. കുറേ പേര് വലിക്കുന്നുണ്ട് കള. പഞ്ചയൊക്കെ പൊട്ടി കൈയൊക്കെ ഇതായി ഉറപ്പിക്കുന്നുണ്ട്. എന്നാലും ആൾക്കാർ ഗതികെട്ടവർ വലിക്കുന്നുണ്ട്. മുരിങ്ങ കൂട്ടാനാണ്. മുരിങ്ങ കൂട്ടാൻ പറഞ്ഞാൽ തലമുറയും മീനും വെണ്ടയ്ക്കയും കൂടി ചാറ് വെച്ചു. അപ്പോൾ തൊടി പോയതാണ്. തൊടി ഇപ്പോൾ അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ ഉണ്ട് മുരിങ്ങ മരം പൊട്ടി പോണത് താഴെ തന്നെ കിടന്ന് അവച്ചിരിക്കണം. വെട്ടി വയ്ക്കാൻ പറയാൻ ഉള്ളിൽ പോകാനേ പേടിയാണേ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ, പന്നി കിടന്നാലും കൂടി കാണില്ല. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് വന്നിട്ട് എന്തായാലും മീനും മണ്ടയ്ക്ക് മുരിങ്ങ വറുക്കാല പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഊരണം. വറുക്കണം. മുരിങ്ങ നല്ലതല്ലേ, കുഞ്ഞ മുരിങ്ങയാണ്. മുരിങ്ങ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുരിങ്ങ വറുക്കുക എന്നാണ് പറയുക. നിങ്ങളങ്ങനെ പറയാറില്ല. മുരിങ്ങ ഉപ്പേരി വയ്ക്കണമെന്ന് പറയില്ല, മുരിങ്ങ വറുക്കുക പറയും. ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇത്തിരി പച്ചവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കുക. വേവിച്ചിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ വന്ന പിന്നെ ഈ മുരിങ്ങ അതിലിട്ടിട്ട് ഇളക്കും. ഇളക്കി വേവിച്ചിട്ട് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതിന് മുരിങ്ങ വറുക്കുക പറയണത്. ചിലർ ഉപ്പേരി പറയും. മുരിങ്ങ ഉപ്പേരിയല്ല വയ്ക്കുക, മുരിങ്ങ വറുക്കുകയാണ്. ഇവിടെ അങ്ങനെ പറയും പാലക്കാടൊക്കെ, മുരിങ്ങ വറുക്കുക. അപ്പോൾ എനിക്കൊരു കൂട്ടാനായില്ലേ. ഞാൻ ഓരോ ദിവസം പോകുക തന്നെ. എന്ത് ചെയ്യാൻ, കർക്കിടക മാസം കഴിയാറായി. ഓരോ ദിവസം ഓരോരോ കറി. വയറ്റിൻ്റെ ഇല, താളിത്തണ്ട്, പയറ് കഞ്ഞി, അങ്ങനെയൊക്കെ കഴിഞ്ഞ് കർക്കിടക മാസം കഴിയാനായില്ല. ഞായറാഴ്ച കഴിയും. അങ്ങനെ ഒരു മാസം പോയാ പിന്നെ അടുത്ത മാസം ചിങ്ങമാസമാണ് പോകാത്തത്. അങ്ങനെ കിടക്കും കഴിഞ്ഞിട്ട്. എന്താ പറയണം, പണിക്ക് പോകണ്ടായപ്പോൾ ഭയങ്കര പാടായി. എല്ലാത്തിനും ബുദ്ധിമുട്ടായി. പണിക്ക് നേരത്തെ സ്ഥിരമായിട്ട് കടയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിയില്ല. മാസം ശമ്പളവും കിട്ടും. പഴയ ഓർമ്മ വെച്ചിട്ട് എനിക്ക് കാര്യമില്ല അല്ലേ. പണ്ടൊക്കെ ആരോഗ്യമുണ്ട്, ചെയ്യുക. ഇപ്പോൾ ആരോഗ്യമില്ല. ഇപ്പോൾ വറുക്കട്ടെ. മുരിങ്ങ വറുക്കുന്നത് ഉള്ളിയും പച്ചമുളകും വേവിച്ച്, ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയും പച്ചമുളകും വേവിച്ച് എന്നിട്ട് പിന്നെ മുരിങ്ങ കൂട്ടിയിട്ട് ഇളക്കി നല്ലോണം വേകണം. ഇളക്കിയിട്ട് ഇത്തിരി
പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിൽ ഒരു മുട്ട പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുക. മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. നല്ല ടേസ്റ്റ് വേണം, ശരീരത്തിന് നല്ലതാണ്. അതിൽ എന്തൊക്കെ ഇട്ട് പറഞ്ഞാൽ ഒരു പച്ചമുളക്, 2 ചെറിയ ഉള്ളി, ഇത്തിരി ഉപ്പ് പൊട്ട് വെള്ളത്തിൽ വേവിച്ചു. എന്നിട്ട് അതിൽ മുരിങ്ങയിട്ടു, നല്ലോണം വേവിച്ചു. അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ലാസ്റ്റ് ഒരു മുട്ട പൊടിച്ചു. നന്നായിട്ടുണ്ട്. ചെയ്ത് നോക്കി, നന്നായിട്ടില്ലാവും. ശരീരത്തിന് നല്ലതുമാണ്, വയറ്റുകാരികൾക്ക് കൊടുക്കാനും നല്ലതാണ്. തലമുറ മീനും വെണ്ടയ്ക്കും കൂടി ചാറ് വെച്ചിട്ടത് ഇത്ര തന്നെ വെക്കുകയുള്ളൂ. ഉച്ചക്കലേക്ക് രാവിലേക്ക് മാത്രം. വൈകുന്നേരത്തൊക്കെ പലഹാരമാണ്.